സജീർക്കൊപ്പം എന്ന് പറയുന്ന പാട്ടുകാരനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം ശബ്ദം കൊണ്ട് വിസ്മയം തീർത്ത ഒരു വ്യക്തിയാണ് സജീർക്കൊപ്പം എന്ന് പറയുന്നത്. ഒരു പാലക്കാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളും എല്ലാം തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും വളരെയധികം ഇഷ്ടമാണ്. ആർക്കും ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതൊന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം, അതവിടെ കിടക്കട്ടെ. പുള്ളിക്കാരൻ ഒരു പാട്ടുകാരനാണ്, അത് പോട്ടെ. അപ്പോൾ ഇവിടെ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു അച്ഛനായിരിക്കുകയാണ്. അതായത് ഞാൻ അവൻ്റെ അച്ഛനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ. അപ്പോൾ അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-3 വീഡിയോസൊക്കെ ഇതുമായി സംബന്ധിച്ച് കാണാനിടയായി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഇപ്പോൾ സജീർക്കൊപ്പം ഒരു അച്ഛനായി, അതിലെന്താണ് പ്രശ്നം? അവനൊരു കുഞ്ഞ് പിറന്നു, അതിലെന്താണ് ഇത്ര പ്രശ്നമെന്നല്ലേ? അതാണ് പ്രശ്നം. അതാണ് ഇവിടെ എല്ലാവരും ഇപ്പോൾ എടുത്തുകൊണ്ട് പാടി നടക്കുന്നത്. പുള്ളിക്കാരൻ ഒരു പാട്ടുകാരനാണല്ലോ, എല്ലാവരും ഈ കാര്യമാണ് ഇപ്പോൾ പാടി നടക്കുന്നത്. സജീർക്കൊപ്പം അച്ഛനായത്രടേ, അങ്ങനെയാണ്. ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ സോങ്, അവരൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സോങ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ചെറിയ ഒരു മ്യൂസിക്കാണ് കൊടുക്കുന്നത്, കോപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഒരാൾ ഇത്തരത്തിൽ ഞാൻ അച്ഛനായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ വരുന്ന കമൻസും കാര്യങ്ങളും തീർച്ചയായിട്ടും ലവ് ചിഹ്നം, അത്തരത്തിലുള്ള എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളാണ് വരാറുള്ളത്. അവരുടെ കൺഗ്രാജുലേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും എഴുതി വിടാറുള്ളത്. പക്ഷേ സജീർക്കൊപ്പത്തിൻ്റെ കാര്യത്തിൽ നേരെ മറിച്ചായിരുന്നു. കാരണം സജീർക്കൊപ്പം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ എഴുതിയ കാര്യം ഇങ്ങനെയായിരുന്നു: ഞാൻ അവൻ്റെ അച്ഛനായി എന്നാണ് സജീർക്കൊപ്പം എഴുതിയിട്ടുള്ളത്. ഈ സജീർക്കൊപ്പം എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിമാണ്. അദ്ദേഹം അച്ഛനായി എന്ന് എഴുതിയതാണ് ഇവിടെ ഏറെ വലിയ പ്രശ്നമായിട്ടുള്ളത്. ചില വ്യക്തികൾക്ക് കേട്ടോ, എല്ലാവർക്കും ഒന്നുമില്ല, ചില വ്യക്തികൾക്ക്. ഏതായാലും നമുക്ക് ആദ്യം അതിൽ വന്ന കുറച്ച് കമൻസ് ഉണ്ട്, ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. അങ്ങനെ ഞാൻ അവൻ്റെ ബാപ്പയായി എന്ന് പറയണമായിരുന്നു, ഒന്നാമത്തെ കമൻ്റാണ്. ഇനി രണ്ടാമത്തത്, പിതാവ് എന്നായിരുന്നു വേണ്ടത്. കാലത്തിനനുസരിച്ച് കോലം മാറും, അതുകൊണ്ടല്ലേ ഉപ്പ എന്ന് പറയേണ്ട സ്ഥലത്തിന് അച്ഛൻ എന്ന് എഴുതിയത്. കാലത്തിനനുസരിച്ച് കോലം മാറും, അതുകൊണ്ടല്ലേന്നോ? ഇതൊക്കെ എവിടെ നിന്ന്? ഇനി അടുത്തൊന്ന്, പിതാവ് എന്ന് എഴുതിയാൽ മതിയായിരുന്നു, ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. അല്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. വേറെ ആർക്കും ഇതൊരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഏതായാലും അടുത്തത്, അനുഗ്രഹം കൂടുമ്പോൾ തരുന്നവനെ മറക്കുന്നു, രക്ഷിതാവ് എന്ന ഒരു പദമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. പള്ളിക്കൂടത്തിൽ പഠിക്കാത്തതിൻ്റെ കുറവാണ്. ശരിയാണ്, പള്ളിക്കൂടത്തിൽ നിങ്ങൾ പഠിക്കാത്തതിൻ്റെ കുറവാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാനുള്ള ഒരേ ഒരു കാരണം. അച്ഛൻ എന്ന് എഴുതിയെടുത്ത് ബാപ്പ എഴുതണമായിരുന്നു അല്ലെങ്കിൽ ഉപ്പ എഴുതണമായിരുന്നു എന്നുള്ളത് നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോകാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. കുറഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഇത് തോന്നുന്നതുള്ളൂ, എല്ലാവർക്കും തോന്നുന്നില്ലല്ലോ. ഏതായാലും അടുത്തൊരു കമന്റ്, ഉപ്പ എന്ന് പറയാൻ മടിയുള്ള നീ ഈ സ്ഥാനത്തിന് അർഹനല്ല. എന്തോ നടേ, ഇത് കുറച്ച് കൂടിപ്പോയല്ലോ. ഉപ്പ എന്ന് പറയാൻ മടിയുള്ള നീ ഈ ഒരു സ്ഥാനത്തിന് അർഹനല്ല. അതായത് പറഞ്ഞു വെക്കുന്നത് അച്ഛൻ എന്ന ആ ഒരു സ്ഥാനത്തിന്, ആ ഒരു കുഞ്ഞിന്റെ പിതാവിന് നീ അർഹനല്ല എന്നാണ് പറയുന്നത്. എന്തോ നടേ, എങ്ങനെ ഇതൊക്കെ എഴുതി വിടാൻ തോന്നുന്നു? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഒരാൾ ആ ഒരു സമയത്ത് സന്തോഷിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ താഴെ പോയിട്ടാണ് ലവന്മാർ പോയിട്ട് ഇത്തരത്തിൽ വർഗീയത തുപ്പുന്നത്. കഷ്ടമുണ്ടേ. അതും ഒരു വേർഡിൻ്റെ പേരിൽ, അച്ഛൻ എന്ന് പറയുന്ന ഒരു വേർഡ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചു. അതിൻ്റെ പേരിൽ, ആ ഒരു അക്ഷരത്തിൻ്റെ പേരിലാണ് ഇവിടെ വർഗീയത തുപ്പുന്നത്. കഷ്ടമുണ്ട്. ഏതായാലും അച്ഛൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ എനിക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. അതായത് ഒരു കുട്ടിയോട് പോയിട്ട് ഇപ്പോൾ നിൻ്റെ അച്ഛൻ ആരാണെങ്കിൽ നിൻ്റെ ഉപ്പ ആരാണ്, അത്തരത്തിലുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസറേ പറയുകയുള്ളൂ. അവൻ്റെ അച്ഛൻ്റെ പേരെന്താണോ അതേ പറയുകയുള്ളൂ. അല്ലാതെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചത് കൊണ്ട് അവൻ പേര് പറയാതിരിക്കുന്നൊന്നുമില്ല. കഷ്ടമുണ്ടോടെ ഏതായാലും. കാരണം ഒക്കെ മലയാളത്തിൻ്റെ വേർഡ്സാണ്. അത് ചിന്തിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഇത് ഒരിക്കലും തോന്നത്തില്ല എന്നുള്ളതാണ്. അച്ഛൻ, ബാപ്പ, ഉപ്പ എന്നുള്ളതൊക്കെ ഒരൊറ്റ അർത്ഥം വരുന്ന വാക്കുകളാണ്.
അതേ ഇവിടെയുള്ളൂ. ഇത് സംബന്ധിച്ച് ഏതായാലും സെജീർക്കൊപ്പം ഒരു കമന്റ് കൂടെ ഇട്ടിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ആളുകൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും പറയുന്നത് എന്തെന്നറിയോ, അവൻ അച്ഛനെന്ന് ഇടാനുള്ള കാരണം അവൻ്റെ പാട്ടിനെ സ്നേഹിക്കുന്ന കുറേയധികം വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നവും വരാതിരിക്കാൻ, അതായത് അവരുടെയൊക്കെ ഭാഗത്ത് കൂടെ നിന്നിട്ടാണ് സെജീർക്കൊപ്പം ഇത്തരത്തിലുള്ള ഒരു എഴുതിയിട്ടുള്ളത് എന്നാണ് പലരും പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും സെജീർക്കൊപ്പം ഇതുമായി സംബന്ധിച്ച് ഒരു കമന്റ് കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ അതുകൂടെ ഇവിടെ വെച്ച് തരാം. അച്ഛൻ എന്നതും മലയാളത്തിൽ പിതാവിനെ വിശേഷിപ്പിക്കുന്നതാണ്. അച്ഛനും ഉപ്പയും ഒക്കെ മലയാളത്തിലെ വാക്കുകളാണ്. അതൊന്നും ഒരു സമുദായത്തിൻ്റെയും ചിഹ്നമോ കുത്തകയോ അല്ല. ബിരിയാണിയും സദ്യയും ഒക്കെ എല്ലാ മലയാളികൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഇതാണ് സംഭവം. വളരെ കറക്റ്റായിട്ട് സെജീർക്കൊപ്പം അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആരും ഇതൊന്നും വിടുന്നില്ലടേ. സെജീർക്കൊപ്പം ആ ഒരു അച്ഛൻ എന്ന് പറയുന്ന വേർഡ് അവിടെ ഉപയോഗിച്ചതിനാണ് ഇത്രയധികം സൈബർ അറ്റാക്ക് ഇപ്പോൾ സെജീർക്കൊപ്പം നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞുണ്ടായി ആ ഒരു സമയത്ത് ആ ഒരു കുടുംബം സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വരുന്നത്. പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കുറേയധികം കമൻസ് ഉണ്ട്. അതിൽ നല്ല കമൻസ് ഉണ്ട്, എന്ന ഇത്തരത്തിലുള്ള കമൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പല വ്യക്തികളും ഇങ്ങനെയും പറയുന്നുണ്ട്, ഒരിക്കലും നീ ഇവർ പറയുന്നത് കേട്ടിട്ട് നിന്റെ ആ ഒരു ടൈറ്റിൽ മാറ്റരുത് എന്നുള്ളത്. സെജീർക്കൊപ്പം ഇന്നേ വരെ അത് മാറ്റിയിട്ടില്ല. ഞാനിവിടെ ചെറിയൊരു പോസ്റ്റർ കൊടുക്കുന്നുണ്ട്. ഇന്നേ വരേക്കും അത് സെജീർക്കൊപ്പം മാറ്റിയിട്ടില്ല. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവന്മാരൊക്കെ പറയുമ്പോഴത്തേന് ആ ടൈറ്റിൽ മാറ്റിയിട്ട്, അതായത് അച്ഛൻ എന്നുള്ളിടത്ത് ഉപ്പ അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ പിതാവൊക്കെ ആക്കാൻ പോയി കഴിഞ്ഞാൽ നിന്നെ വിലയിരുത്തി പോകും ആളുകൾ. അവർ പറയുന്നതൊന്നും കേട്ടിട്ട് ആ ഒരു പേര് തിരുത്തേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ മാറ്റിയിട്ടുമില്ല കേട്ടോ സെജീർക്കൊപ്പം. അതേതായാലും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഇത്രയും അധികം സൈബർ അറ്റാക്ക് നേരിടുന്ന സമയത്ത് ചില വ്യക്തികൾ അങ്ങനെ തോന്നിപ്പോകും, ഇത്രയും ആളുകൾ പറയുന്നുണ്ടല്ലോ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ ഏതായാലും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, അച്ഛൻ ഉപ്പ ബാപ്പ പിതാവ് എന്നുള്ളതിനൊക്കെ ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. അത് എവിടെ ആർക്ക് വേണമെങ്കിലും എങ്ങനെയും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അച്ഛൻ എന്ന് വേണ്ടവർക്ക് അച്ഛൻ ഉപയോഗിക്കാം, പിതാവ് എന്ന് വേണ്ടവർക്ക് പിതാവ് ഉപയോഗിക്കാം, ഉപ്പ അല്ലെങ്കിൽ ബാപ്പ എന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഇതിനൊക്കെ വർഗീയത തുപ്പ വന്നു കഴിഞ്ഞാൽ എന്ത് പറയാനാടേ. ഏതായാലും ഞാൻ ഇതേപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ചെറിയൊരു കാര്യം കണ്ടപ്പോൾ അതൊന്ന് വന്ന് പറയണമെന്ന് തോന്നി. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.